ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്നൊരു പെട്ടെന്നൊരു കൊതിയൊക്കെ തോന്നിയിട്ട് വയ്യാതിരിക്കൊക്കെ അല്ലേ, അപ്പൊ ഒരു പ്രത്യേകമായിട്ട് ഒരു കൊതി വായിക്കുക, ഒരു ടേസ്റ്റ്. ഇപ്പൊ ഞണ്ട് വേണമെന്ന് തോന്നിയപ്പോ ചേട്ടൻ ഒരു കായലിലെ ഞണ്ട് അതാണ് മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പം ആ ഞണ്ട് മേടിച്ചു കൊണ്ടുവന്ന് കറി വെക്കാന്ന് വിചാരിച്ചു. ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു ഇത് വന്ന് മാറിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കൊതിയാണ്, എന്തെങ്കിലും ഒരു സാധനത്തിനോട് നമുക്കൊരു ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റ് നമ്മുടെ വായിൽ ഇങ്ങനെ നിൽക്കൂല്ലേ. ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളൊരു തോന്നല്. അപ്പൊ അങ്ങനെ ഉണ്ടായി. അപ്പൊ അങ്ങനെ തോന്നിയപ്പോ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്ന് തോന്നുന്നു. അപ്പം ചേട്ടൻ ആദ്യം പറഞ്ഞു പുറത്ത് പോയി ഭക്ഷണം കഴിക്കും. എനിക്ക് അതല്ല, എനിക്ക് വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ ഇതാ ഏട്ടൻ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വായിലൊക്കെ ഇങ്ങനെ വെള്ളം വരാം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഞണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകളിൽ ഒന്നിട്ടാ ഞണ്ട്. എല്ലാ മീനുകളും ഇഷ്ടമാണ്. അതില് ഏറ്റവും നമുക്കൊരു ഇഷ്ടമുള്ള മീനുകൾ കുറച്ചുണ്ടാവുമല്ലോ, അതിലത്തെ ഒന്നാണ് ഞണ്ട്. അപ്പൊ ഞണ്ട് മേടിച്ചു കൊണ്ടുവന്ന് കറി വെക്കുകയാണ്. അപ്പൊ എന്താ പറയാ, ലേറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്ന് ഒന്ന് നന്നാക്കി എടുക്കാൻ തന്നെ കുറച്ചു നേരം ഇരിക്കേണ്ടിക്ക് വന്നു. അപ്പൊ അതൊക്കെ നന്നാക്കി എടുത്ത് പിന്നെ ഇപ്പൊ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ അതെന്നുവെച്ചാലേ സവാള ഒന്ന് നല്ല പോലെ ഒന്ന് കളർ ചേഞ്ച് വന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അറിയാലോ, പച്ചമണ ഉണ്ടാവുമായിരിക്കും നമുക്ക്, സോറി, ഒരു മധുരിപ്പ് ഉണ്ടായിരിക്കും. പച്ചമണാല ഒരു മധുരിപ്പ് ഒക്കെ വരും, നമുക്ക് ഒരു മധുരം തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി കുറച്ചൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിന്റെ കൂടെ എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ കൊള്ളിയാണ് നമുക്ക് ഞണ്ടിന്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നത് ഈ സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ചു നല്ല പോലെ ഞാൻ നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് കുറച്ച് നല്ല ഉഷാറുണ്ട്, സുഖമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ അപ്പൊ ഇപ്പൊ ഇന്ന് വെച്ചാൽ ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബ്ലീഡിങ്സ് ഒക്കെ കുറഞ്ഞു വരുമ്പോ എനിക്ക് തലകറക്കാണ് വരാന്ന് വെച്ചാല് നമ്മുടെ ബോഡിയില് ഇത് അങ്ങ് സെറ്റ് ആവണ്ടേ. അപ്പൊ ഈ ബ്ലീഡിങ് ഒക്കെ പോയതിനനുസരിച്ച് ബ്ലഡ് കയറിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ അതിന് കുറച്ച് തലകറക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അത് എനിക്കൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു തലകറങ്ങുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറി കുറവായിട്ട് വരുന്നു കേട്ടോ. ഇനി ബ്ലഡ് കൗണ്ട് ഒക്കെ കൂട്ടണം, നന്നായിട്ട് പപ്പായ ഇതൊക്കെ കഴിച്ചു ബ്ലഡ് കൗണ്ട് കൂട്ടണം. പിന്നെ വൈറ്റമിൻ ഡി ഡെയിലി 20 മിനിറ്റ് ഒക്കെ വെയിൽ കൊള്ളുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനത് കാണിച്ചില്ല, കാരണം വെയിൽ കൊള്ളുന്നതൊന്നും നിന്ന് കാണിക്കാൻ എന്താ കാര്യം എന്ന് വെച്ചാല് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ടായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവേ. അപ്പൊ അത് വീഡിയോയിലൊന്നും കാണിക്കണ്ടാവ് പറഞ്ഞിട്ട് ഏട്ടൻ എന്നെ വഴക്ക് പറയും, ഇന്ന് നീ കൂറ കുത്തി നിൽക്കണത്, അതൊന്നും നീ കാണിക്കണ്ട. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ചീത്ത പറയാം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊന്നും കാണിക്കാത്തത്. അപ്പൊ ഇനി ഒരു ദിവസം ഞാൻ 20 മിനിറ്റ് ഒക്കെ വെയിലൊക്കെ കൊള്ളുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ അതെല്ലാവരും ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായം. പിന്നെ അതിന്റെ കൂടെ നമ്മള് മെഡിസിനും കൂടി സ്റ്റാർട്ട് ചെയ്യണേ. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണവും ദാഹവും പരവശവും മൈൻഡ് ഡിസോർഡറും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡി ധാരാളം വേണം. അതിനനുസരിച്ച് നമ്മൾ കാൽസ്യം ചെക്ക് ചെയ്യണം. ഇങ്ങനെ ബ്ലീഡിങ്സ് ഒക്കെ ധാരാളം ഉള്ളവര് കാൽസ്യവും നമ്മുടെ ബോഡി എപ്പോഴും 6 മന്ത്സോ 3 മന്ത്സോ ഒക്കെ കൂടുമ്പോൾ ഒന്ന് ചെക്കപ്പിന് ഡോക്ടറെ അടുത്ത് എത്തുന്നത് നല്ലതാണ് കേട്ടോ. ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഇതാ നമ്മള് പോലെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണേ. നല്ലപോലെ വഴണ്ടു വരുന്നുണ്ട്. അപ്പം എന്താ പറയാ, ഏട്ടൻ പറഞ്ഞേ ഞാൻ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കുന്നില്ല, രാത്രിയില് ഇപ്പൊ വൈകിട്ട് വന്നിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിക്കാനുള്ള പരിപാടികളാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ രണ്ടാളും എല്ലാവരും എന്ന് പറയാൻ അതന്നെയല്ല, കാരണം വേപ്പിന്റെ ഇല ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടില് ഭാഗ്യത്തിന്. സാധാരണ നമ്മുടെ വീട്ടിലെ വേപ്പിന്റെ ഇലയൊന്നും ഉണ്ടാവാറില്ലല്ലോ, ഇപ്പതാ വേപ്പിന്റെ ഇലയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതും ഇട്ടോ. അങ്ങനെ ഇനി നമുക്ക് പൊടികളങ്ങ് ചേർക്കാം. കുറച്ചൊക്കെ വഴണ്ടി വന്നു, മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി എന്താ പറയാ, അത്യാവശ്യത്തിനൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ഒരു 2 സ്പൂണൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്.
കാരണം എന്താന്ന് വെച്ചാല് കുറേശ്ശെ ഇട്ടുന്നത് കുറച്ച് തുണ്ട് തുണ്ടാണ്, ഒരു സ്പൂൺ ഉണ്ടാവില്ല കേട്ടോ അതിലൊന്നും. അപ്പൊ ഒരു 2 സ്പൂൺ മുളക് പൊടി തന്നെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഞാൻ ഈ ഞണ്ട് കറിയില് വേറെ ഗരം മസാലയോ കുരുമുളക് പൊടിയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ മസാല വെക്കുമ്പോൾ മസാലയുടെ ടേസ്റ്റ് എപ്പോഴും എല്ലാ കറിയിലും ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അല്ലേ. അപ്പൊ എനിക്കത് ഇഷ്ടമല്ല. ഇപ്പൊ തുടങ്ങിയതാണ്, എനിക്ക് മസാലയുടെ സ്മെല്ലൊന്നും വലിയ താല്പര്യമില്ല. അപ്പൊ പണ്ടൊക്കെ നമ്മൾ ചിക്കൻ വെക്കായാലും മട്ടൻ വെക്കായാലും എന്ത് വെക്കായാലും ഇങ്ങനെ പോർക്കായാലും എന്തായാലും നമ്മളിങ്ങനെ മസാലയൊക്കെ ഇട്ട്, മീനിലായാലും ഇങ്ങനെ മസാലയൊക്കെ ഇട്ടൂലോ ഇങ്ങനെയുള്ള മീനുകളൊക്കെ, ചെമ്മീൻ അതൊക്കെ വെക്കുമ്പോ. പക്ഷെ മസാല വേണ്ട, നമുക്ക് മസാലയൊന്നും ഇങ്ങനെ യൂസ് ചെയ്യണ്ട. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മാത്രം ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കറികളെല്ലാം വെക്കുക. അപ്പോഴാണ് നമുക്ക് ആ കറികളിലുള്ള അതിന്റെ ടേസ്റ്റ്, നമ്മൾ എന്ത് കറിയാണ് വെക്കുന്നത് അതിന്റെ ടേസ്റ്റ് ആണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ മസാലയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. അത്യാവശ്യത്തിന് മാത്രം ഇടുക മാത്രം കേട്ടോ. അപ്പോഴാണ് അതൊരു സ്വാദോട് കൂടി നിൽക്കുള്ളൂ. അപ്പൊ അങ്ങനെ, കാരണം ഇപ്പൊ എനിക്ക് ഗരം മസാല പൊടിച്ച് വെച്ചിട്ട് അതൊന്നും ഞാൻ സക്സസ് ആവാറില്ല. അപ്പൊ ഞാൻ ഗരം മസാലയുടെ പൊടി മാത്രം തന്നെ മേടിക്കാറ്. അപ്പൊ അത് എനിക്ക് നന്നായിട്ട് തോന്നാറില്ല. ഗരം മസാലയുടെ പൊടി ഞാൻ യൂസ് ചെയ്യണതൊന്നും എനിക്ക് നന്നായിട്ട് തോന്നാറില്ല. സാമ്പാർ പൊടി ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. ഗരം മസാല എനിക്ക് അങ്ങനെ സെറ്റ് ആവാറില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും കറി വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ നമ്മൾ അങ്ങനെ തന്നെയുള്ള മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ ഞാൻ മിക്സിയിൽ അപ്പൊ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ എൻ്റെ ഒരു മസാലക്കൂട്ട്. അപ്പൊ ധാരാളം വെള്ളം ഒഴിച്ചു. എന്താണെന്ന് വെച്ചാൽ എനിക്കത് നന്നായിട്ട് വെന്ത് കിട്ടണം തോന്നി. ഞാൻ തൊണ്ടോടുകൂടി തന്നെയാണ് ഇതെല്ലാം ഇടുന്നത്. നല്ലപോലെ ബ്രഷൊക്കെ വെച്ച് നല്ലപോലെ വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് അങ്ങനെ തന്നെ കഴുകിയിട്ട് കൈയും കാലൊക്കെ അതിന്റെ ഇതൊക്കെ വാലൊക്കെ കളഞ്ഞ് ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളതിന്റെ കാലിടിഞ്ഞ് ഇറുകുന്ന ഭാഗമല്ലേ, അപ്പൊ മാംസമുള്ള ഭാഗങ്ങളൊക്കെ ഇട്ടു കേട്ടോ. അപ്പൊ അത് നല്ലപോലെ കഴുകണേ, അല്ലാതെ ശരിയാവില്ല കേട്ടോ. അപ്പൊ ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രഷൊക്കെ വെച്ചും ഒക്കെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം പൈപ്പിന്റെ ചോട്ടിൽ ഇങ്ങനെ പിടിച്ച് ചോരിച്ച് കുറച്ചു നേരം അത് വാഷ് ചെയ്യാൻ തന്നെ സമയമെടുത്തു. അപ്പം എന്നിട്ടാണ് ഈ കറി വെക്കുന്നത്. അപ്പൊ ഇത് കറി വെച്ച് ഇങ്ങനെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് കിട്ടും. ഒരു നല്ല പോലെ വെന്ത് വരണം. ഈ വെള്ളത്തിലേക്കൊക്കെ എല്ലാം അതിന്റെ നീരും സത്തൊക്കെ ഇറങ്ങി പോകണം. അപ്പൊ വെച്ചാൽ കുറച്ച് ജീവനുള്ള മീനുകളായിരുന്നു. അപ്പൊ അതൊക്കെ അനുസരിച്ചാണ് നമ്മളതൊക്കെ ചെയ്തത് കേട്ടോ. അങ്ങനെ മൂടി വെച്ച് നമ്മൾ നല്ലപോലെ വെട്ടി തളച്ചെടുത്തപ്പോ കണ്ടോ, ഞാനൊരു 10-20 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതീയിലും ആദ്യം കൂട്ടി വെച്ചിട്ടും ചെറുതീയിലൊക്കെ ആയിട്ട് ഞാൻ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ വെന്ത് കുറുകി ഇരിക്കുന്നത് എല്ലാം വെന്ത് പാകായിട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ. അജിന്ത്യ പ്രസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. കണ്ടോ, കൊള്ളിയും നമ്മുടെ ഞണ്ട് കറിയും കൂട്ടി അങ്ങ് ഒരു പിടി പിടിച്ചാലോ. ടാറ്റ ബൈ.